ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 4 മണി ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് പട്ടാണി ചേർത്ത് കൊടുക്കുക. അതും ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ റവ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു മുട്ടയുടെ മഞ്ഞ, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, കുറച്ച് ബ്രെഡ്, ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇത്തിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതായത് നമ്മളിതൊന്ന് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇതേപോലെ നമുക്ക് ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ആക്കിയെടുക്കാം. കട്ട്ലറ്റിൻ്റെ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ഡോണറ്റ്സിൻ്റെ ഷേപ്പിലാണ് ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തിട്ട് ഇതൊന്ന് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് മുക്കിയെടുക്കാം. അപ്പോൾ ഇതാ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ട് നമ്മളിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്കൊരു ഗോൾഡൻ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നാലാണ് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.